ഏതൊരു മനുഷ്യനും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. നിങ്ങൾക്കിപ്പോൾ അല്പം വിഷമമുള്ള ഒരു ദിവസമാണെങ്കിൽ ആ ദിവസം നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. കാരണം ഈ സിനിമ അത്രത്തോളം ഇൻസ്പിറേഷനും അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയുമാണ് ഓരോ കാണികൾക്കും നൽകുന്നത്. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സ്യൂട്ട് തന്നെയാണ്. ഈ പേഴ്സ്യൂട്ട് എന്ന് പറയുന്നത് ക്രിസ് ഗാർണറിൻ്റെയും അദ്ദേഹത്തിൻ്റെ 5 വയസ്സുകാരനായ മകൻ ക്രിസ്റ്റഫർ ഗാർണറിൻ്റെയും പേഴ്സ്യൂട്ട് തന്നെയാണ്. സിനിമയിൽ വളരെ ഇമോഷണലി റിച്ച് ആയിട്ടുള്ള ഒരാളാണ് ക്രിസ് ഗാർണർ. എന്നാൽ ഫിനാൻഷ്യലി ഒന്ന് റിച്ചായി വരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, കുറേ കാലമെടുക്കേണ്ടിയും വന്നു. എന്നാൽ നിങ്ങൾക്ക് പ്രതിമാസം 2000 രൂപ മുതൽ ഇന്ത്യയുടെ വളരുന്ന എക്കണോമിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. ടാറ്റ AIA അവരുടെ പുതിയ ഫ്ലെക്സി ഗ്രോത്ത് NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 31 വരെയാണ് നിക്ഷേപിക്കാൻ അവസരമുള്ളത്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിനെ ഒരു സുവർണ അവസരം എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഒരേ സമയം സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് കമ്പനികളിൽ എക്സ്പോഷറുള്ള ഒരു ഓൾ ഇൻ ഓൾ ഇക്വിറ്റി ഫണ്ടാണിത്. മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ചാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കമ്പനികളിലും, മാർക്കറ്റ് മോശം രീതിക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനികളിലുമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ സ്ഥിരതയില്ലായ്മ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുന്നത് ടാറ്റയെക്കുറിച്ചാണ്. ടാറ്റയുടെ പല ഫണ്ടുകളും 26% പോലുള്ള ഹൈ റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ടാറ്റ AIAയുടെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ 5, 7, 10 വർഷങ്ങളിലായി എല്ലാം ബെഞ്ച് മാർക്ക് റിട്ടേണുകളും മറികടന്നിട്ടുള്ളവയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർ തന്നെ ഡിസംബർ 2022 ആരംഭിച്ചിട്ടുള്ള എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടും അതുപോലെ 2023 ജൂലൈയിൽ ആരംഭിച്ചിട്ടുള്ള സ്മോൾ ക്യാപ്പ് ഡിസ്കവറി ഫണ്ടും യഥാക്രമം 48.7%, 26.5% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, NRI സുഹൃത്തുക്കൾക്ക് പ്രതിമാസം 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 3 കോടിയുടെ വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു NFOയുടെ NAV എന്ന് പറയുന്നത് 10 രൂപ മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മാസാമാസം അടയ്ക്കുന്ന ആ ഒരു പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് ലൈഫ് കവറും ഈ ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ 80C പ്രകാരവും 10D പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റുകളും ഈ ഫണ്ട് നൽകുന്നുണ്ട്. ഈ മാസം 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്കുള്ള ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. ഇത് നമുക്ക് ക്രിസ് ഗാർണറിൻ്റെയും ക്രിസ്റ്റഫറിൻ്റെയും പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിനെ കുറിച്ച് കേട്ട് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിലെ പ്രധാന കഥാപാത്രം വിൽ സ്മിത്ത് അവതരിപ്പിക്കുന്ന ക്രിസ് ഗാർണർ. ഇദ്ദേഹം വന്നിട്ട് ഒരു സെയിൽസ്മാൻ ആണ്. ഇദ്ദേഹം സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് പോർട്ടബിൾ ബോൺ ഡെൻസിറ്റി സ്കാനറാണ്. സ്റ്റാൻഡേർഡ് എക്സ്റേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പോർട്ടബിൾ വെർഷൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. കാരണം ഈ സംഭവം ഇദ്ദേഹത്തിന് വിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് വിൽക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അത് ഒരു തവണ ഒരെണ്ണം വിറ്റാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞ് അടുത്തത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലൊരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് വേണേൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത് കുടുംബത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വൈഫായിട്ട് അഭിനയിക്കുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, പുള്ളിക്കാരി വന്നിട്ട് ഒരു ഹോട്ടലിൽ മെയ്ഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി അധ്വാനിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസും അധ്വാനിക്കുന്നത്. അതേസമയം തൻ്റെ ലൈഫിനെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങളും ക്രിസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനിടയ്ക്കാണ് ക്രിസ് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നതും. അപ്പോൾ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് ഫേം ഡീൻ വിറ്റർ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു സീനിയർ മാനേജർ പോസ്റ്റിലുള്ള ജെ ട്വിസൽ എന്ന് പറയുന്ന വ്യക്തിയെ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും തൻ്റെ സ്കില്ല് ഹാർനസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ക്രിസ് ഗാർണർ എന്ന് പറയുന്നത്. നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. തൻ്റെ കഴിവ്, തൻ്റെ സ്കില്ല്, അത് പുതിയ സ്കില്ലുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൊന്നായിരുന്നു റുബിക്സ് ക്യൂബ്. TV നോക്കി റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു ക്രിസ് ഗാർണർ. അപ്പോൾ പെട്ടെന്ന് ക്രിസ് ഗാർണർ തൻ്റെ നല്ല രീതിക്ക് സംസാരിക്കാനുള്ള കഴിവുകൊണ്ട് ഈ ഒരു ജെ ട്വിസിൽ സഞ്ചരിക്കുന്ന ടാക്സിക്കുള്ളിൽ കയറി പറ്റുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഒരു മാനേജർ പോസ്റ്റിലുള്ള ജെ ട്വിസിൽ ഈ ഒരു റുബിക്സ് ക്യൂബ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ചിരിച്ച ഒരു മുഖത്തോടു കൂടി ഈ ക്യൂബ് ജയയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ക്രിസ് ഇങ്ങനെ തിരിച്ചു തുടങ്ങുകയാണ്. ആൻഡ് ജയയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കി ചില്ലറക്കാരനല്ല, അല്പം തലയ്ക്കകത്ത് ആളുതാമസമുള്ളവനാണെന്ന്. അങ്ങനെ ഈ ഒരു ഫേമിലോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വരാനായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് ക്രിസ് ഗാർണർ തൻ്റെ വൈഫിനോട് ഞാനൊരു പുതിയ പ്രൊഫഷൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആവാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലേഡി വളരെ മോശമായിട്ടുള്ള രീതിയിൽ ക്രിസിനെ അപമാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്, നീ എന്തിനാണ് സ്റ്റോക്ക് ബ്രോക്കർ ആവാൻ പോകണം, നീ ഒരു ആസ്ട്രോണോട്ട് ആവാൻ പോകാത്തത്, നിന്നെക്കൊണ്ട് അത്രയൊക്കെ സാധിക്കുമല്ലോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ തൻ്റെ കഴിവിനും പിന്നെ താൻ വിശ്വസിക്കുന്ന ദൈവത്തിനും മേലുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ക്രിസ് നേരെ ഇവിടെ പോവുകയാണ്. ഇവിടെ ചെന്നപ്പോഴാണ് കോമ്പറ്റീഷൻ്റെ ഒരു വലിയ ലോകത്തിലോട്ട് ക്രിസ് കയറി ചെല്ലുന്നത്. 20 ഇൻറ്റേൺസ്, അൺപെയ്ഡ് ആയിട്ടുള്ള 20 ഇൻറ്റേൺസും ഒരൊറ്റ പൊസിഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഒരു പെർമനൻറ്റ് പെയ്ഡ് പൊസിഷന് വേണ്ടി 20 പേരെ. ഈ വിവരം തൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ലിൻഡ എന്ന തൻ്റെ വൈഫിന് പെട്ടെന്ന് ദേഷ്യം വരെയാണ് ചെയ്തത്. അൺപെയ്ഡ് ആയിട്ടുള്ളൊരു ജോലിക്ക് വേണ്ടി നീ പോകുന്നു പറഞ്ഞ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇവർക്കിടയിൽ ഒരു തർക്കവും കാര്യങ്ങളും ഉണ്ടാകുന്നു. ഈ ലിൻഡ തൻ്റെ 5 വയസ്സായ മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ക്രിസ് പറയുന്നു, നിനക്കൊരിക്കലും ഒരു സിംഗിൾ പാരൻ്റായിട്ട് നീ മോനെ വളർത്താൻ പറ്റത്തില്ല, അവനെ ഞാൻ വളർത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് മോനെ കൂടെ നിർത്തുന്നു. മോനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ക്രിസ് പറയുന്നത് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് മോനെ ചെറുപ്പത്തിൽ തന്നെ മോൻ്റെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം, വിൽ സ്മിത്തിൻ്റെ മകനായ ജെയ്ഡൻ സ്മിത്ത് തന്നെയാണ് ഇവിടെ വിൽ സ്മിത്തിൻ്റെ ഈ ഒരു മകനായിട്ട് അഭിനയിക്കുന്നത്. അത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ചെറുപ്രായത്തിൽ ആ പയ്യൻ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചേക്കുന്ന ആ ഒരു സിനിമയിൽ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ഇദ്ദേഹം വർക്ക് ചെയ്യും. ഒരേ സമയം ഈ ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് ഫേമിൽ വന്നിട്ട് ഒരു അൺപെയ്ഡ് ഇൻറ്റേൺ ആയിട്ടും വർക്ക് ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ വാട്ടർ ബ്രേക്ക് എടുക്കും. ഈ സംസാരിച്ച് ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ വാട്ടർ ബ്രേക്ക് എടുക്കും. വെള്ളം കുടിക്കാനായിട്ട് പോകും, സിഗരറ്റ് വലിക്കാനായിട്ട് പോകും. ഇതെല്ലാം ക്രിസ് അവോയ്ഡ് ചെയ്യും. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സഹിതം ക്രിസ് അവോയ്ഡ് ചെയ്യും. വെള്ളമില്ല, ഭക്ഷണമില്ല. വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന സമയത്തും കൂടെ പുള്ളിക്കാരൻ കോൾസ് അറ്റൻഡ് ചെയ്യും. ചെയ്ത് അങ്ങനെ ക്ലയൻസിനെ എങ്ങനെ പുള്ളിക്കാരൻ പിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിക്ക് പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടും പുള്ളിക്കാരൻ ക്ലയൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നല്ല ഹൈ എൻഡ് ക്ലയൻറ്റുകളുണ്ടല്ലോ, ഈ ക്ലയൻറ്റുകളെ വീട്ടിൽ പോയി കാണുകയും അല്ലാത്ത സ്ഥലത്ത് പോയി കാണുകയൊക്കെ ചെയ്ത് അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലയൻറ്റ് സഹതാപത്തിൻ്റെ പുറത്ത്, കാരണം മനസ്സിലായി ഇവർ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളാണ്. ആ ഒരു മകന്, ക്രിസ് ഗാർണറിൻ്റെ മകന് ഈ ഒരു ഗെയിം കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഫുട്ബോൾ ഗെയിം. അങ്ങനെ ഈ ഒരു ക്ലയൻ്റ് ഉണ്ടല്ലോ, ഇദ്ദേഹം സ്വന്തം മകനെയും കൊണ്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ക്രിസിനെയും മകനെയും കൂടെ വരാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ക്രിസും മകനും ഇവരുടെ കൂടെ പോയി ഈ ഒരു ഗെയിം കാണുകയാണ്. ഈ ഗെയിം കാണുന്നതിനിടയിൽ ക്രിസ് അവിടെ വെച്ചും ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. അവരെല്ലാം ക്രിസിൻ്റെ ക്ലയൻസായി. ഇവരെല്ലാം ഹൈ എൻഡ് ക്ലയൻറ്റുകളാണ്. അപ്പോൾ അവരിൽ നിന്നും ക്രിസിന് ലാഭം കൊയ്യാൻ സാധിച്ചു. എല്ലായിടത്തും ക്രിസ് അദ്ദേഹത്തിൻ്റെ ലാഭം നോക്കി, എന്നാൽ ആരെയും ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെയും വഞ്ചിക്കുകയോ ക്രിസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ചില കാര്യങ്ങൾ മനുഷ്യന് നമ്മളെ കരയിപ്പിച്ച് കളയുന്ന ചില സീനുകൾ ഈ സിനിമയിലുണ്ട്. അതിലൊന്നാണ് രാത്രി ഉറങ്ങാൻ ഇവരെ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എവിക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ പല വഴി കൂടെയാണ് ക്രിസിൻ്റെ പൈസ പോകുന്നത്. അങ്ങനെ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന്, ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്രിസിനെയും ക്രിസിൻ്റെ മകനായിട്ടുള്ള ക്രിസ്റ്റഫറിനെയും ഇറക്കി വിടുകയാണ്. അങ്ങനെ രാത്രി എവിടെ പോയി തങ്ങാൻ വഴിയില്ലാത്തതുകൊണ്ട് ഈ ഒരു അച്ഛനെയും മകനെയും കൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അതെങ്ങനെ ആ അച്ഛൻ ആ മകനെയും കൊണ്ട് ആ ഒരു ബാത്റൂമിലോട്ട് പോകുന്ന സീനുണ്ടല്ലോ, സഹിക്കാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു ബോൺ ഡെൻസിറ്റി സ്കാനർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ വിൽക്കുന്ന, അതൊരു ടൈം മെഷീനാണ്. ഇത് ഞെക്കി നീ കണ്ണടച്ച് തുറന്ന ജുറാസിക് പാർക്ക് കാണാമെന്നും പറഞ്ഞ് ജുറാസിക് പാർക്കിലെ ഡൈനോസറൊക്കെ വരുന്നു എന്നും പറഞ്ഞൊക്കെ അഭിനയിച്ച് അതൊരു ഗുഹയ്ക്കകത്ത് പോവാം എന്നും പറഞ്ഞ് ബാത്റൂമിനെ ഒരു ഗുഹയായിട്ട് സങ്കല്പിച്ച് മകനെയും കൊണ്ട് ഗുഹയ്ക്കുള്ളിൽ പോയി അവിടെ ടോയ്ലറ്റ് പേപ്പേഴ്സ് തറയിൽ വിരിച്ച് രണ്ടുപേരും രാത്രി അവിടെ കഴിഞ്ഞു കൂടുന്നുണ്ട്. ആ സമയത്തൊക്കെ വിൽ സ്മിത്തിൻ്റെ പെർഫോമൻസ് ഓസ്കാർ വൃത്തിയായിട്ടുള്ള പെർഫോമൻസാണ്, കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ വീടില്ലാത്ത ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ അന്തി ഉറങ്ങാനായിട്ട് വേണ്ടിയിട്ടുള്ള ചില ഹോംലെസ് ഷെൽട്ടേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഇവർ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങിയിരുന്നത്. അവിടെയൊക്കെ പോവും, പിന്നെ ചർച്ചിൽ പോവും, തൻ്റെ ജോലി ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ മകനെ പഠിപ്പിക്കാനും കൊണ്ടുപോകും. ഇതിൻ്റെ ഇടയ്ക്ക് ക്രിസ് ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തളരാത്ത ആത്മവിശ്വാസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത്. നമ്മൾ ഓരോ ആളുകളും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതും അതാണ്. അവസാനം ലാസ്റ്റ് ഡേ
എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡേ. ഈ എക്സാമിന് പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മകൻ പുള്ളിക്കാരനോട് ചോദിക്കും, ടെസ്റ്റിന് പ്രിപ്പയർഡ് ആണോ? അതായത് പൊതുവെ അച്ഛന്മാരാണ് മക്കളോട് ചോദിക്കുന്നത് ടെസ്റ്റിന് പ്രിപ്പയർഡ് ആണോ എന്ന്. ഇവിടെ നേരെ തിരിച്ച് അവിടെ ആ ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസാണ് നമ്മളവിടെ കാണേണ്ടത്. മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സീനൊക്കെ നമുക്ക് കാണാം. രാത്രി മകനെ അവിടെ വാഷ് ബേസിനിലെ വെള്ളത്തിൻ്റെ സഹായത്തോടെ കുളിപ്പിച്ച് അവിടെ ഉറക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ഉണർന്നിരുന്ന് പഠിക്കും. ഒടുവിൽ എക്സാമിനേഷൻ പുള്ളിക്കാരൻ ഏസ് ചെയ്തു മീൻസ് ടോപ്പ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം പുള്ളിക്കാരനെ ലൈക്ക് ഏതൊരാൾക്കും സന്തോഷം, വിജയത്തിൻ്റെ സന്തോഷം എന്തെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നിപ്പോവും ജീവിതത്തിൽ വിജയം വേണം എന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ക്രിസിനെ വിളിക്കുകയാണ്. അപ്പോൾ ക്രിസ് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, ടെൻഷനിലാണ് ഇരിക്കുന്നത്, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ക്രിസിൻ്റെ അടുത്ത് പറഞ്ഞത്, എന്താ പുതിയ ഷർട്ടൊക്കെ ആണല്ലോ, പറഞ്ഞത് എൻ്റെ ലാസ്റ്റ് ഡേ അല്ലേ ഇവിടുത്തെ ഒരു അൺപെയ്ഡ് ഇൻറ്റേൺ ആയിട്ടുള്ള. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനൊരു നല്ല ഷർട്ടിലൊക്കെ വന്നിരിക്കാം എന്നും പറഞ്ഞ് ഞാൻ വന്നതാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകളെല്ലാം ക്രിസിൻ്റെ രസികനായിട്ടുള്ള സംസാരങ്ങളെല്ലാം കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ എന്താ പറയുക, നിൻ്റെ ഇൻറ്റേൺഷിപ്പ് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസിൻ്റെ കണ്ണൊക്കെ പതുക്കെ ഇങ്ങനെ വിഷമം വരുന്നു, അധ്വാനം വെറുതെ ആയോ. അപ്പോൾ ഉടനെ അവിടെ ഇരുന്നൊരാൾ പറയും, ഈ പുതിയ ഷർട്ടുണ്ടല്ലോ ഇത് നാളെയും കൂടെ ഇട്ടുകൊണ്ട് വാ, കാരണം നാളെയാണ് നിൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക്. അതായത് അവിടുത്തെ ഫിക്സഡ് ജോബ് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്, ക്രിസ് ഗാർണറിന് കിട്ടുകയാണ്. തൻ്റെ ഫാമിലിയിലുള്ള അത്ര പ്രശ്നങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാവുന്നു. ക്രിസ് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പുറത്തിറങ്ങിപ്പോയിട്ട് അവിടെ ആളുകളുടെ ഇടയിൽ കൂടെ കണ്ണുനീരിനെ വരാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സന്തോഷപ്രകടനം നടത്തുന്നൊരു സീനുണ്ട്. കൂടെ ഇതിൻ്റെ തീം മ്യൂസിക്കും. ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ്. ഇത് ആ സംവിധായകൻ ഒപ്പിയെടുത്തേക്കുന്ന രീതിയിൽ വിൽ സ്മിത്തിൻ്റെ അഭിനയം അൺപാരലൽഡ് എന്ന് വെച്ചാൽ അത്രയ്ക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കിത് കൊള്ളുന്നത് എപ്പോഴെന്നറിയൂ, ക്രിസ് ഗാർണർ എന്ന് പറഞ്ഞ ഈ വ്യക്തി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഈ സിനിമയിൽ എന്തൊക്കെ ഫേസ് ചെയ്തോ അതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കും മിക്കവാറും റിയൽ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്രിസ് ഗാർണർ ഇവിടെ വർക്ക് ചെയ്യുന്നു. അവസാനം എഴുതി കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ശേഷം പുള്ളിക്കാരൻ ഒരു സ്റ്റോക്ക് ബ്രോക്കറേജ് ഫേം സ്വയം തുടങ്ങി. അതൊരു ഗംഭീര സക്സസ് ആയി. പിന്നെ ഒരു $multi-million അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി. ഇപ്പോഴും മകൻ കൂടെയുണ്ട്. അച്ഛനും മകനും ഈ ഒരു ബ്രോക്കറേജ് ഫേം സക്സസ്ഫുള്ളായിട്ട് നോക്കി നടത്തുന്നു. ഈ സിനിമയുടെ അവസാനം യഥാർത്ഥ ക്രിസ് ഗാർണറിനെ കാണിക്കുന്നുണ്ട്. ഈ സീനിൽ ഈ നടന്നു പോകുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ സ്യൂട്ടിൽ നടന്നു പോകുന്ന വ്യക്തി, അതാണ് വിൽ സ്മിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ആൾ, അതായത് റിയൽ ക്രിസ് ഗാർണർ. ഈ ഒരു സിനിമ ഈ ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് ഒരേ സമയം ഒരു മോട്ടിവേഷണൽ ഫിലിമും ഫാമിലി ഡ്രാമയും സെൻറ്റിമെൻ്റൽ ഫിലിമും അങ്ങനെ പല ജോൺറ ഒരു സിനിമയിലേക്ക് ഒരു ഡയറക്ടർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണ് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ആനിമൽ എന്ന് പറയുന്ന സിനിമ ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് വേണേൽ പറയാം. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ ലോകത്തിൽ ഏറ്റവും മികച്ച രീതിക്ക് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് പോർട്രേ ചെയ്തേക്കുന്ന ഒരു ഫിലിമാണ് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അതുപോലെ തന്നെ വാരണമായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കും ഈ വീഡിയോ കൂടുതലും കാണുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ സിനിമ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ്, നിങ്ങളെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫിലിമാണിത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ ഈ സിനിമ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ കൂടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ടാറ്റ AIAയുടെ ഫ്ലെക്സി ഗ്രോത്ത് NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം 31 വരെയാണ്. ടാറ്റയുടെ ഫണ്ടാണ്. അവസാന നിമിഷം വരെ കാത്തു നിന്നാൽ കിട്ടണമെന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ക്യാരക്ടർ അനാലിസിസ് ചെയ്യാനായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഓർഡർ ഉണ്ട്, നമുക്കതൊക്കെ ചെയ്യാം. ജെയിംസ് ബോണ്ടിനെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു രസകരമായിട്ടുള്ള കഥയുമായി കാണുന്നത് വരെ ബൈ.